പലപ്പോഴുമേ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, എൻ്റെ കൂടെയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു, അവർ വീട് വെച്ചു, അവർ വാഹനങ്ങൾ മേടിച്ചു, അവർ സുഖമായി ജീവിക്കുന്നു, അവരുടെ മക്കൾ പഠിച്ച് വലുതായി, എനിക്ക് മാത്രം ഒന്നും സാധിക്കുന്നില്ല, ഞാൻ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് ചിന്തിക്കുന്ന അനേകരെ നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഏതൊരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ കഠിന പ്രയത്നമുണ്ട്, നിരന്തരമായ പരിശ്രമമുണ്ട്. അതിലൊക്കെ ഉപരി അവന് ദൈവവിശ്വാസം കാണും, അവൻ നിരന്തരം പ്രാർത്ഥിക്കുന്നവനായിരിക്കും, ദൈവാശ്രയ ബോധം ഉള്ളവരുമായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. പലപ്പോഴും മടിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ പലപ്പോഴും പല കാര്യങ്ങളിലും പിന്നോട്ടാക്കുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് പലരും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചന്ദ്രനിലും ഒക്കെ ചൊവ്വയിലുമൊക്കെ കടന്നു പോകുന്ന മനുഷ്യനെ നമുക്ക് കാണാം. അവിടം വരെ എത്തി ആളുകൾ പരീക്ഷണങ്ങൾ നടത്തുന്നു. എന്താ കാരണം? കഠിന പ്രയത്നമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പം നമുക്കെപ്പോഴും മറ്റുള്ള വ്യക്തികളെ നോക്കി അവർക്കതുണ്ട്, ഇവർക്കിതുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിന് പകരം നമ്മൾ കഠിന പ്രയത്നം ചെയ്യുക. നമുക്കും സാധിക്കും, നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കും, നമ്മൾ പരിശ്രമിച്ചാൽ സാധിക്കും. മനുഷ്യൻ പരിശ്രമിച്ചാൽ, കഠിന പ്രയത്നം ചെയ്താൽ, കഠിന അധ്വാനം ചെയ്താൽ സാധിക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ല. ചൊവ്വയിൽ വരെയും മനുഷ്യൻ നിന്ന് പോകാൻ തുടങ്ങി. കാരണം എന്താ? കഠിന പ്രയത്നം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിരുന്ന് അവർക്കതുണ്ട്, അവർക്കിതുണ്ട് എന്ന് പരാതി പറയുന്നതിന് പകരം കഠിന പ്രയത്നം ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കും ഇത് സാധിക്കും. എനിക്ക് അറിയാവുന്ന ഒരു ചെറിയ അനുഭവമുണ്ട്. ഒരു വ്യക്തി ഓട്ടോറിക്ഷ ഓടിച്ച അദ്ദേഹം ജീവിക്കുന്നത്. ഓട്ടോ ഓടിക്കുന്ന സമയങ്ങളിൽ അതിരാവിലെ എണ്ണീറ്റ് ഓട്ടോ ഓടിക്കാൻ പോകും. ഓട്ടോ ഓടിക്കാൻ പോയി ആ കിട്ടുന്ന സമയമെല്ലാം അദ്ദേഹം കിട്ടുന്ന പൈസയെല്ലാം കൂട്ടിവെക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണവുമായി കടന്നു പോകും. അതുപോലെ ഉച്ചയ്ക്കും ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന പൊതിച്ചോറുമായി കടന്നു പോകും. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് ഈ ഓട്ട സമയത്ത് കഴിക്കും. വൈകുന്നേരം വരെ മാക്സിമം ഓടി വീട്ടിൽ തിരിച്ചെത്തും. ഭാര്യയോ വീട്ടിൽ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു ഭാര്യയാണ്. കോഴിയെ വളർത്തും, പശുവിനെ വളർത്തും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഭാര്യ. 2 മക്കളുണ്ട്. മക്കള് മാതാപിതാക്കളോട് ചേർന്ന് നിന്ന് അവരെ സഹായിക്കും. അങ്ങനെ അവർ വർഷങ്ങൾ കൊണ്ട് കൂട്ടിവെച്ച് നല്ലൊരു ഭവനം അവർക്കുണ്ടായി. അവർ 2 ബൈക്കുകൾ മേടിച്ചു. അപ്പോൾ നോക്കി നിൽക്കുന്ന മനുഷ്യന് അസൂയയായി. ഞങ്ങൾക്ക് സാധിക്കാത്തത് ഓട്ടോ ഓടിച്ച ഒരു വ്യക്തിക്ക് സാധിച്ചു. എന്തുകൊണ്ട് സാധിച്ചു? അവൻ കഠിന പ്രയത്നം ചെയ്തു. നോക്കി നിൽക്കുന്നവൻ അവരെ നോക്കി അസൂയപ്പെടാൻ സാധിക്കും. പക്ഷേ പലരും ഇന്ന് ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്? കിട്ടുന്നത് മദ്യപിച്ചും പുകവലിച്ചും മറ്റനേക കാര്യങ്ങളിൽ തങ്ങളുടെ പൈസ ചെലവാക്കിയിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നവനെ നോക്കി നമ്മൾ പലപ്പോഴും അസൂയപ്പെടുകയല്ലേ ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, മറ്റുള്ള വ്യക്തികൾക്ക് എന്ത് സാധിക്കുന്നു അതും നമുക്കും സാധിക്കുമെന്ന് ആദ്യം ചിന്തിക്കുക. അതിന് നമുക്ക് വേണ്ടതാണ് കഠിന പ്രയത്നം, പരിശ്രമം, കഠിനാധ്വാനം, ഈശ്വരവിശ്വാസം, പ്രാർത്ഥന, പ്രത്യാശ, ദൈവാശ്രയം. ഇതൊക്കെ ജീവിതത്തിലുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് സാധിച്ചത് എനിക്ക് സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്കും സാധിക്കുമെന്ന് ചിന്തിക്കുക. തീർച്ചയായും നമുക്ക് സാധിക്കും. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: എന്നെ ശക്തനാക്കുന്നവനിലൂടെ സകലതും ചെയ്യാൻ എനിക്കും സാധിക്കും. പറയുക, എന്നെ ശക്തനാക്കുന്നവനിലൂടെ സകലതും ചെയ്യാൻ എനിക്കും സാധിക്കും. മറ്റുള്ളവർക്ക് സാധിച്ചത് എനിക്കും സാധിക്കുമെന്ന് ചിന്തിച്ച് കഠിന പ്രയത്നം പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.